പശ്ചിമ ബംഗാളിൽ ജനാധിപത്യം മരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡയമണ്ട് ഹാർബറിലും മഗ്രഹത്ത് പശ്ചിമിലും അരങ്ങേറുന്നത്. തോൽവി ഭയന്ന് വിറയ്ക്കുന്ന തൃണമൂൽ കോൺഗ്രസ് വോട്ടിംഗ് യന്ത്രത്തിൽ ബി.ജെ.പിയുടെ താമര ചിഹ്നം കറുത്ത ടേപ്പ് ഉപയോഗിച്ച് മറച്ചുവെച്ചെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചതാണ്. വോട്ടർമാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നത് തടയാൻ ഏതറ്റം വരെയും പോകുന്ന മമതാ ബാനർജിയുടെയും സംഘത്തിന്റെയും കുടില ബുദ്ധിക്കേറ്റ കനത്ത പ്രഹരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റീപോളിംഗ് ഉത്തരവ്. തൃണമൂൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തെയും പോലീസ് ഒത്താശയോടുള്ള ക്രമക്കേടുകളെയും അതിജീവിച്ച് ബംഗാളിൽ കാവിപ്പട കരുത്തറിയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ബി.ജെ.പി ചിഹ്നം വോട്ടർമാർ കാണാതിരിക്കാൻ വോട്ടിംഗ് യന്ത്രത്തിന് മേൽ കറുത്ത ടേപ്പ് ഒട്ടിച്ചതുൾപ്പെടെ ക്രമക്കേടുകൾ നടന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബർ, മഗ്രഹത്ത് പശ്ചിം മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടത്തും. വോട്ടിംഗ് യന്ത്രത്തിൽ താമര അടയാളം ഉള്ളിടത്ത് കറുത്ത ടേപ്പ് ഒട്ടിച്ച് മറയ്ക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് താമര ചിഹ്നം വ്യക്തമായി കാണാൻ കഴിയില്ല. ബി.ജെ.പി പ്രവർത്തകർ വ്യാപകമായി ഈ പരാതി ഉന്നയിച്ചിരുന്നു. മഗ്രഹത്ത് പശ്ചിമിലെ 11 പോളിംഗ് സ്റ്റേഷനുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 പോളിംഗ് സ്റ്റേഷനുകളിലുമാണ് ഇന്ന് റീപോളിംഗ് നടക്കുക. 15 പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുമെന്ന് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയാണ് ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിലെ എം.പി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അഭിഷേക് ബാനർജി ഇവിടെ നിന്നും ജയിച്ചത്. ഇതോടെ അഭിഷേക് ബാനർജിയുടെ കോട്ടയായി ഡയമണ്ട് ഹാർബർ. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെ വിളയാട്ടത്തിന് ഇരട്ടി ശക്തിയായി. ഈ 2 മണ്ഡലങ്ങളും തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന മണ്ഡലങ്ങളാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ മഗ്രഹത്ത് പശ്ചിം 2011 തൃണമൂൽ പിടിച്ചെടുത്തു. പിന്നീട് ഗുണ്ടായിസത്തിലൂടെ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരെ തല്ലിച്ചതച്ച് 2016 2021 തൃണമൂൽ തന്നെയാണ് ജയിച്ചത്. ഡയമണ്ട് ഹാർബറും പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു. ഇതും 2011 മമതയുടെ തൃണമൂൽ പിടിച്ചത്. പിന്നീട് ഗുണ്ടായിസത്തിലൂടെ എതിരാളികൾക്ക് വോട്ട് ചെയ്യുന്നവരെ തല്ലിച്ചതച്ച് തൃണമൂൽ 2016 2021 വിജയിച്ചു. ഇക്കുറി ഈ 2 മണ്ഡലങ്ങളിലും പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഇക്കുറി മഗ്രഹത്ത് പശ്ചിം മണ്ഡലത്തിൽ തൃണമൂലിന് വേണ്ടി സമീം അഹമ്മദും ബി.ജെ.പിക്ക് വേണ്ടി ഗൗർ സുന്ദർ ഘോഷും മത്സരിക്കുന്നുണ്ട്. ഡയമണ്ട് ഹാർബറിലാകട്ടെ പന്നലാൽ ഹൈദറാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയെങ്കിൽ ദീപക് കുമാർ ഹൈദറാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കണക്കിലെടുത്ത ശേഷം 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 58 ഉപവകുപ്പ് 2 പ്രകാരം ചില പോളിംഗ് സ്റ്റേഷനുകളിൽ ഏപ്രിൽ 29 നടത്തിയ വോട്ടെടുപ്പ് അസാധുവാണെന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുകയായിരുന്നു. പകരം ഇന്ന് പ്രസ്തുത പോളിംഗ് സ്റ്റേഷനുകളിൽ പുതിയ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള സമയം നിശ്ചയിക്കുകയും വോട്ട് ചെയ്യുന്നതിനായി ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉത്തരവിൽ പറയുകയുമാണ് ഉണ്ടായത്. ഡയമണ്ട് ഹാർബറും മഗ്രഹത്ത് പശ്ചിമും തങ്ങളുടെ കുടുംബ സ്വത്താണെന്ന് കരുതുന്ന അഭിഷേക് ബാനർജിക്കും സംഘത്തിനും ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. 1951 ജനപ്രാതിനിധ്യ നിയമം പ്രയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ ഇടപെടൽ ബംഗാളിലെ തൃണമൂൽ ഗുണ്ടായിസത്തിനുള്ള താക്കീതാണ്. കറുത്ത ടേപ്പ് കൊണ്ട് താമരയെ മറയ്ക്കാമെന്ന് കരുതിയവർ ഒന്നോർക്കുക. ജനമനസ്സുകളിൽ ബി.ജെ.പി എന്നേ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന റീപോളിംഗിൽ ഇരട്ടി ആവേശത്തോടെ വോട്ടർമാർ തൃണമൂലിന്റെ ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകും. തോക്കിൻ മുനയിലും ഗുണ്ടായിസത്തിലും കെട്ടിപ്പൊക്കിയ മമതയുടെ സാമ്രാജ്യം തകരുന്ന കാഴ്ചയ്ക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.